Good morning. Today I am going to discuss transfer of property in goods. The most important feature of contract of sale is transfer of property or ownership. When the goods are sold, it is the property in goods that is transferred to the buyer. The property in goods means the ownership of goods. നമ്മൾ property in goods എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണർഷിപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്. പൊസഷൻ ഓഫ് ഗുഡ്സ് മീൻസ് കസ്റ്റഡി ഓർ കൺട്രോൾ ഓഫ് ദി ഗുഡ്സ്. ഗുഡ്സിൻ്റെ കൺട്രോളിനെയാണ് നമ്മൾ പൊസഷൻ എന്ന് പറയുന്നത്. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണർഷിപ്പ്. ദസ് ദ ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഈസ് നോട്ട് സെയിം എസ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. ട്രാൻസ്ഫർ ഓഫ് പൊസിഷനും ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് സെയിം അല്ല. ദ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് മേ പാസസ് വിത്ത് ഓർ വിത്തൗട്ട് ദ ട്രാൻസ്ഫർ ഓഫ് പൊസിഷൻ. പൊസിഷൻ ട്രാൻസ്ഫർ ചെയ്യാണ്ട് തന്നെ നമുക്ക് എന്ത് ട്രാൻസ്ഫർ ചെയ്യാം? ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ റൂൾസാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോണത്. 3 റൂൾസാണ് വരുന്നത്. ഫസ്റ്റ് പോയിന്റ്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ദ സ്പെസിഫിക് ഓർ അസർട്ടൈൻഡ് ഗുഡ്സ്. Second, transfer of property in the unascertained or future goods. Third, transfer of property in case of sale on approval. First point, transfer of property in specific or ascertained goods. സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഒരു ഗുഡ്സ് കോൺട്രാക്റ്റ് ഓഫ് സെയിലിൻ്റെ സമയത്ത് ഇന്ന പ്രൊഡക്റ്റാന്ന് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്ത അങ്ങനത്തെ ഗുഡ്സിനെയാണ് നമ്മൾ സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പം അന്ന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ കടയിൽ ഒരു 100 ചെയർ ഉണ്ടെങ്കിൽ ആ ചെയറിൽ റെഡ് കളർ ചെയർ എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ അങ്ങനത്തെ ഗുഡ്സിനെയാണ് നമ്മൾ സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. സെക്ഷൻ 19 ഓഫ് ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പ്രൊവൈഡ് ദാറ്റ് വെൻ ദർ ഈസ് എ കോൺട്രാക്ട് ഫോർ സെയിൽ ഓഫ് സ്പെസിഫിക് ഗുഡ്സ് ദ പ്രോപ്പർട്ടി ഇൻ ദം ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി ബയർ അറ്റ് ദ ടൈം ആസ് ദ പാർട്ടീസ് ടു ദി കോൺട്രാക്ട് ഇൻറ്റൻഡ് ടു ബി ട്രാൻസ്ഫേർഡ്. സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണോ അവർ ട്രാൻസ്ഫർ ചെയ്യാൻ ഇൻറ്റൻറ്റ് ചെയ്യുന്നത് ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം? അത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഇനി സ്പെസിഫിക് ഗുഡ്സിൻ്റെ കാര്യത്തിലുള്ള റൂൾസാണ് പറയുന്നത്. ഫസ്റ്റ്, വെൻ ദ ഗുഡ്സ് ആർ ഇൻ ഡെലിവറബിൾ സ്റ്റേറ്റ്. അതായത് ഗുഡ്സ് ഡെലിവറബിൾ സ്റ്റേറ്റിലാണെങ്കിൽ, വെൻ ദർ ഈസ് ആൻ അൺകണ്ടീഷണൽ കോൺട്രാക്ട് ഫോർ ദ സെയിൽ ഓഫ് സ്പെസിഫിക് ഗുഡ്സ് ഇൻ എ ഡെലിവറബിൾ സ്റ്റേറ്റ്, ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് പാസസ് ടു ദി ബയർ വെൻ ദ കോൺട്രാക്ട് ഈസ് മെയ്ഡ്. The payment of price or time of delivery does not prevent the property in goods passing at once. വെൻ ദർ ഈസ് എ അൺകണ്ടീഷണൽ കോൺട്രാക്റ്റ്, ഒരു അൺകണ്ടീഷണൽ കോൺട്രാക്റ്റ് ആണെങ്കിൽ ഫോർ ദ സെയിൽ ഓഫ് സ്പെസിഫിക് ഗുഡ്സ് ഇൻ എ ഡെലിവറബിൾ സ്റ്റേറ്റ്, അത് സ്പെസിഫിക് ഗുഡ്സിൻ്റെ കേസിൽ അത് എന്തും കൂടിയാണ്, അത് ഡെലിവറബിൾ സ്റ്റേറ്റിലാണെങ്കിൽ ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ് പാസസ് ടു ദി ബയർ വെൻ ദ കോൺട്രാക്ട് ഈസ് മെയ്ഡ്. കോൺട്രാക്ട് മെയ്ഡ് ചെയ്യുമ്പോൾ തന്നെ ആ ഗുഡ്സ് എന്ത് ചെയ്യാം? പാസ് ചെയ്യാം. അത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഗുഡ്സ് ആണെന്ന്. അപ്പോൾ അതെന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. വെൻ ഗുഡ്സ് ആർ നോട്ട് ഇൻ ഡെലിവറബിൾ സ്റ്റേറ്റ്, നേരത്തെ പറഞ്ഞു നമ്മൾ ഡെലിവറബിൾ സ്റ്റേറ്റിലാണെങ്കിൽ. ഇനി എന്താണ് നോട്ട് ഇൻ ഡെലിവറബിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് നോട്ട് ഇൻ ഡെലിവറബിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഒരു ഗുഡ്സ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അത് പ്രോപ്പറായിട്ട് പാക്ക് ചെയ്യണം, അല്ലെങ്കിൽ അത് കണ്ടെയ്നർ ആക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ അത് പ്രോപ്പറായിട്ട് പാക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ കണ്ടെയ്നർ ആക്കിയിട്ടില്ലെങ്കിൽ അത് നോട്ട് ഇൻ ഡെലിവറബിൾ സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ഇൻ ഡെലിവറബിൾ സ്റ്റേറ്റ് മീൻസ് ദാറ്റ് ദ സെല്ലർ ഹാസ് യെറ്റ് ടു ഡു ഗുഡ്സ് ഫോർ ദ പർപ്പസ് ഓഫ് പുട്ടിങ് ദം ഇൻ ടു ഡെലിവറബിൾ സ്റ്റേറ്റ്. ഡെലിവറബിൾ സ്റ്റേറ്റിലാക്കാൻ എന്തോ ചെയ്യാൻ കൂടി ഉണ്ട്. അതായത് ഇപ്പോൾ പാക്കിങ് ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കണ്ടെയ്നറിലാക്കിയിട്ടുണ്ടാവില്ല. ഇൻ സച്ച് എ കേസ്, അക്കോർഡിംഗ് ടു സെക്ഷൻ 21 ഓഫ് ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, ദ പ്രോപ്പർട്ടി ഡസ് നോട്ട് പാസസ് അണ്ടിൽ സച്ച് തിങ് ഈസ് ഡൺ ആൻഡ് ദ ബയർ ഹാസ് നോട്ടീസ് ദെയർ ഓഫ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ ബിക്ക് ഒരു പെയിൻറ്റിങ് കൊടുക്കാമെന്ന് പറഞ്ഞു. പെയിൻറ്റിങ് കൊടുക്കുന്ന സമയത്ത് എ പറഞ്ഞു ബിയോട് ഞാനത് ലാമിനേറ്റ് ചെയ്ത് കൂടി തരാമെന്ന് പറഞ്ഞു. പക്ഷേ എ പെയിൻറ്റൊക്കെ ചെയ്തു കഴിഞ്ഞു, പക്ഷേ ലാമിനേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ? ആ ഗുഡ്സ് നോട്ട് ഇൻ ഡെലിവറബിൾ സ്റ്റേറ്റ് ആണ്. പിന്നെ അതിനെ ഡെലിവറബിൾ സ്റ്റേറ്റിലാക്കിയിട്ട് വേണം നമ്മളത് സെയിൽ ചെയ്യാൻ. നെക്സ്റ്റ്, when the prices of the goods is to be ascertained by weighting or measurement. അതായത് ഒരു ഗുഡ്സിൻ്റെ വെയിറ്റ് നോക്കിയാണെങ്കിൽ മെഷർമെൻറ്റും കൂടി നോക്കാനുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്കത് സെയിൽ ചെയ്യാൻ. എന്നാലാണ് അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. നോക്കാം. ഇഫ് ദ സ്പെസിഫിക് ഗുഡ്സ് ആർ ഇൻ ഡെലിവറബിൾ സ്റ്റേറ്റ് ബട്ട് ദ സെല്ലർ ഈസ് യെറ്റ് ടു വെയിറ്റ്, മെഷർ, ടെസ്റ്റ് ഓർ ഡു സംതിങ് ഓർ അതർ ആക്ട് ഓർ തിങ് ഇൻ കണക്ഷൻ വിത്ത് ദ ഗുഡ്സ് ഫോർ ദ പർപ്പസ് ഓഫ് അസർട്ടൈൻ ദ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് അതിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ മെഷർമെൻറ്റും കൂടി നോക്കാനുണ്ട്. ദ ഓണർഷിപ്പ് ഡസ് നോട്ട് പാസസ് ടു ദി ബയർ അണ്ടിൽ സച്ച് ആക്ട് ഓർ തിങ് ഈസ് ഡൺ ആൻഡ് ദ ബയർ ഹാസ് നോട്ടീസ് ദെയർ ഓഫ്. അത് വെയിറ്റ്
വെയിറ്റ് അല്ലെങ്കിൽ മെഷർമെൻറ്റ് ചെയ്യുന്ന വരെ ആ ഗുഡ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല. സെക്കൻഡ്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ അൺഅസർട്ടൈൻഡ് ഗുഡ്സിൻ്റെ കേസിൽ വരുമ്പോൾ ദ ഗുഡ്സ് ആർ നോട്ട് ഐഡൻറ്റിഫൈഡ് ആൻഡ് അസർട്ടൈൻഡ് അറ്റ് ദ ടൈം ഓഫ് സെയിൽ ആർ അൺഅസർട്ടൈൻഡ് ഗുഡ്സ്. നമ്മൾ ഏതാന്ന് കൃത്യമായിട്ട് ആ കോൺട്രാക്റ്റിൻ്റെ സമയത്ത് പറഞ്ഞില്ലെങ്കിൽ അതിനെ നമ്മൾ അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ റൂൾസ് എങ്ങനെയാണ് വരാം? ഫസ്റ്റ്, ഗുഡ്സ് മസ്റ്റ് ബി അസർട്ടൈൻഡ്. നമ്മൾ ഏത് ഗുഡ്സാണെന്ന് ആദ്യം തന്നെ മെഷർ ചെയ്യണം. ഇൻ കേസ് ഓഫ് സെയിൽ ഓഫ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇന്ന ഗുഡ്സാന്ന് പർട്ടിക്കുലർലി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പം 100 ചെയറുകൾ കിടക്കണമെങ്കിൽ അതിൽ ഏത് ചെയറാന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഗുഡ്സിനെയാണ് നമ്മൾ അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഗുഡ്സ് മസ്റ്റ് ബി അസർട്ടൈൻഡ്. നമ്മൾ ഏത് ഗുഡ്സാന്ന് അസർട്ടൈൻ ചെയ്യണം. ഇൻ കേസ് ഓഫ് സെയിൽ ഓഫ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ് നോ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ഈസ് ട്രാൻസ്ഫർഡ് ടു ദി ബയർ അൺലെസ് ആൻഡ് അണ്ടിൽ ദ ഗുഡ്സ് ആർ അസർട്ടൈൻഡ്. ഗുഡ്സ് അസർട്ടൈൻ ചെയ്യുന്ന വരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. എ കോൺട്രാക്ട് ടു സെൽ അൺഅസർട്ടൈൻഡ് ഗുഡ്സ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് സെയിൽ. അതൊരു കംപ്ലീറ്റ് സെയിലല്ല, ബട്ട് പ്രോമിസ് ടു സെൽ. അത് പ്രോമിസ് മാത്രമാണ്, അല്ലാണ്ട് അതൊരു സെയിലായിട്ട് വന്നില്ല. ആൻഡ് ഇറ്റ് മേ ബിക്കെയിം എ സെയിൽ വെൻ ദ ഗുഡ്സ് ആർ അസർട്ടൈൻഡ്. ആ ഗുഡ്സ് അസർട്ടൈൻ ചെയ്തതിന് ശേഷം മാത്രമേ അതെന്താവുള്ളൂ, സെയിലാവുള്ളൂ. അത്രയും നാളത് പ്രോമിസ് ടു സെല്ലായിട്ട് വരുള്ളൂ. നെക്സ്റ്റ് വന്നത് അൺഅസർട്ടൈൻഡ് അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ്. The ownership in such goods passes to the buyer only when the goods has been unconditionally apportioned as per the requirement of the contract. Apportion means the process by which the goods are selected or separated with the common or mutual consent of the seller and the buyer so as to determine and identify the actual goods to be delivered. Thus, completion of this process leads to assignment of goods. നമ്മൾ അൺഅസർട്ടൈൻഡ് ഗുഡ്സിനെ നമ്മൾ അസർട്ടൈൻ ചെയ്ത് കഴിയുമ്പോൾ അതെന്താവും, അസർട്ടൈൻഡ് ഗുഡ്സായിട്ട് കൺവേർട്ട് ആവും. അതുപോലെ അപ്പോർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോർഷൻ മീൻസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ഗുഡ്സ് ആർ സെലക്ടഡ് ഓർ സെപ്പറേറ്റ് വിത്ത് എ കോമൺ ഓർ മ്യൂച്വൽ കൺസെൻറ്റ് ഓഫ് ദി സെല്ലർ ആൻഡ് ദ ബയർ സോ ആസ് ടു ഡിറ്റർമൈൻ ആൻഡ് ഐഡൻറ്റിഫൈ ദ ആക്ച്വൽ ഗുഡ്സ് ടു ബി ഡെലിവേർഡ്. ഏത് ഗുഡ്സാണ് ഡെലിവറി ചെയ്തതെന്ന് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ അപ്പോർഷൻ എന്ന് പറയുന്നത്. ദ ഓണർഷിപ്പ് ഇൻ സച്ച് ഗുഡ്സ് passes to the buyer only when the goods has been unconditionally apportion ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഗുഡ്സ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെല്ലർക്ക് ബയ്യർക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ അസർട്ടൈൻഡ് ഗുഡ്സിൽ 3 കണ്ടീഷൻസാണ് വരുന്നത്. ഫസ്റ്റ്, ഗുഡ്സ് ആർ ടു ബി അസർട്ടൈൻഡ്. നമ്മൾ ഗുഡ്സ് ഏതാന്ന് അസർട്ടൈൻ ചെയ്യണം. സെക്കൻഡ്, അൺകണ്ടീഷണൽ അപ്പോർഷൻ ഓഫ് ഗുഡ്സിനെ നമ്മൾ അപ്പോർഷൻ ചെയ്തെടുക്കണം. നെക്സ്റ്റ്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ കേസ് ഓഫ് സെയിൽ ഓൺ അപ്രൂവലിൻ്റെ ബേസിൽ വരുന്ന സെയിലിൽ എങ്ങനെയാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. സെക്ഷൻ 24 ഓഫ് ദി ആക്ട് ലേ ഡൗൺ വെൻ ദ ഗുഡ്സ് ആർ ഡെലിവേർഡ് ടു ദി ബയർ ഓൺ അപ്രൂവൽ ഓർ സെയിൽ ഓർ റിട്ടേൺ ഓർ അതർ സിമിലർ ടേംസ് ദ പ്രോപ്പർട്ടി ദെയറിൻ പാസസ് ടു ദി ബയർ. അതായത് വെൻ ഗുഡ്സ് ആർ ഡെലിവേർഡ് ടു ബി ബയർ ഓൺ അപ്രൂവൽ ഓർ സെയിൽ ഓൺ റിട്ടേൺ ഇതിൻ്റെ ബേസിലാണെങ്കിൽ വെൻ ദ ഗുഡ്സ് ഓഫ് ബയർ സിഗ്നിഫിക്കൻ്റ് അപ്രൂവൽ, ഈ അപ്രൂവൽ കിട്ടുകയാണെങ്കിൽ when the buyer signified his approval or acceptance to the seller, the property passes to the buyer at that time. ആ സമയത്ത് തന്നെ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യണം. ഇറ്റ് മേ ബൈ വേ ഓഫ് സെൻഡിങ് എ മെസ്സേജ് ഓഫ് ആക്സെപ്റ്റൻസ്. അതൊരു മെസ്സേജ് ആക്സെപ്റ്റൻസ് സെൻഡ് ചെയ്തുകൊണ്ടായിരിക്കണം. വെൻ ദ ബയർ അഡോപ്റ്റ്സ് ദ ഗുഡ്സ്. സെക്കൻഡ് പോയിന്റ്, വെൻ ദ ബയർ അഡോപ്റ്റ് ദ ഗുഡ്സ്. വെൻ ദ ബയർ ഡസ് എനി ആക്ട് വിച്ച് റിസൾട്ട് ഇൻ ദ അഡോപ്ഷൻ ഓഫ് ദി ട്രാൻസാക്ഷൻ ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് പാസസ് ടു ദി ബയർ. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ എന്ത് ചെയ്യും, പ്രോപ്പർട്ടി ബയർക്ക് ട്രാൻസ്ഫർ ആവും. നെക്സ്റ്റ് തേർഡ് പോയിന്റ്, വെൻ ദ ബയ്യർ ഫെയിൽ ടു റിട്ടേൺ ദ ഗുഡ്സ്. ഇപ്പോൾ ഗുഡ്സ് റിട്ടേൺ ചെയ്യാനായിട്ട് ബയ്യറുടെ ഭാഗത്തു നിന്ന് ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ, ഇഫ് എ ടൈം ഈസ് ഫിക്സ്ഡ് ഫോർ അപ്രൂവൽ ഓർ റിട്ടേൺ ഓഫ് ഗുഡ്സ് ആൻഡ് ഇഫ് ദ ബയ്യർ ഫെയിൽ ടു റിട്ടേൺ ദ ഗുഡ്സ് വിത്തിൻ ദാറ്റ് ടൈം ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് പാസസ് ടു ദി ബയ്യർ ഓൺ എക്സ്പീരിയേഷൻ ഓഫ് സച്ച് ടൈം. അതായത് ആ സമയം കഴിയുമ്പോൾ ആ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യും.
and if no time has been fixed, then it is the exploitation of a reasonable time. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു റീസണബിൾ ടൈമായിട്ട് കൺസിഡർ ചെയ്യും. ഇസ് റീസണബിൾ ടൈം ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട് ആൻഡ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ സർക്കംസ്റ്റൻസ് ആൻഡ് ഫാക്ട് ഓഫ് ഈച്ച് കേസ് ആൻഡ് ദസ് ഇറ്റ് വിൽ ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് കേസസ്. ആ റീസണബിൾ ടൈം എന്നുള്ളത് പല സിറ്റുവേഷനിലും പലതായിട്ടായിട്ട് കൺസിഡർ ചെയ്യാം. വെൻ ദ ബയർ മേക്ക് ദ റിട്ടേൺ ഓഫ് ഗുഡ്സ് ഇമ്പോസിബിൾ, അതായത് ഇമ്പോസിബിൾ ആയിട്ട് വന്ന് റിട്ടേൺ ചെയ്യുന്നത് ഇമ്പോസിബിൾ ആയിട്ട് വന്നു കഴിഞ്ഞാൽ വെൻ ദ ബയർ മേക്ക് റിട്ടേൺ ഓഫ് ഗുഡ്സ് ഇമ്പോസിബിൾ ബൈ ഹിസ് ആക്ട് or default, the property in good passes when he does the act or make default വരുത്തി കഴിയുമ്പോൾ ആ ഗുഡ്സ് എന്ത് ചെയ്യണം, ആ ഗുഡ്സിൻ്റെ ട്രാൻസ്ഫർ ഇമ്പോസിബിൾ ആയിട്ട് വരും. when the buyer make return of goods impossible by his act or default, the property in goods passes when the goods does he act or make default. Next, important of transfer of property. The right and the liabilities of the parties are linked with the transfer of ownership. The following rules are observed in this regard. First point, risk follows ownership. Unless otherwise agreed, risk follows ownership whether delivery has been made or not and whether the prices has been paid or not. അതായത് പ്രൈസസ് പേയ്മെൻറ്റ് നടത്തിയാലും നടത്തിയില്ലെങ്കിലും ഒരു ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ കൂടെ അതിൻ്റെ റിസ്ക്കും ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് പറയുന്നത്. Therefore, if the property has passed to the buyer, he became the owner of the goods. ഇനി അതിൻ്റെ കുറച്ച് എക്സംഷൻസ് പറയുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ്, ഇഫ് ദ പാർട്ടീസ് ഡിസൈഡ് ടു ട്രാൻസ്ഫർ ദ റിസ്ക് ബിഫോർ ഓർ ആഫ്റ്റർ ദ ഓണർഷിപ്പ് ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ്. ചില കേസിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വേറൊരു തേർഡ് പാർട്ടിക്കും കൂടി റിസ്ക് ട്രാൻസ്ഫർ ആവും. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഇഫ് ദ പാർട്ടീസ് ഡിസൈഡ് ടു ട്രാൻസ്ഫർ ദ റിസ്ക് ബിഫോർ ഓർ ആഫ്റ്റർ ദ ഓണർഷിപ്പ് ഹാസ് ട്രാൻസ്ഫേർഡ്. Second, where the delivery of the goods has been delayed by default or negligence of either buyer or seller. അതായത് നെഗ്ലിജൻസ് കൊണ്ട് ആ പ്രൊഡക്റ്റിൻ്റെ ഗുഡ്സിൻ്റെ ഡെലിവറി ഡിലേ ആയി കഴിഞ്ഞാൽ ആരാണോ ഡെലിവറി ഡിലേ ആക്കിയത് അവർ ഗുഡ്സിന് റെസ്പോൺസിബിൾ ആയിരിക്കും, അതിൻ്റെ ആ റിസ്കിന് റെസ്പോൺസിബിൾ ആയിരിക്കും. തേർഡ്, സംടൈംസ് ട്രേഡ് കസ്റ്റമേഴ്സ് വേ പുട്ട് ഓണർഷിപ്പ് ആൻഡ് റിസ്ക് സെപ്പറേറ്റ്ലി ഇൻ ടു പാർട്ടീസ്. ട്രേഡ് കസ്റ്റം വഴി തന്നെ രണ്ടുപേരും, അതായത് ഓണർഷിപ്പും അതുപോലെ തന്നെ അതിൻ്റെ റിസ്ക്കും രണ്ട് പാർട്ടിയിലും ഏൽപ്പിക്കുകയാണെങ്കിൽ ഓണറിനെ അയക്കില്ല അതിൻ്റെ റിസ്ക്. Second point, action against third party. There is a general rule of law that the owner alone can exercise property rights. ഓണറിന് മാത്രം പ്രോപ്പർട്ടി റൈറ്റ് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. When the goods are in way damaged or destroyed by the action of third party, it is the owner of the goods who can take action against them. ഓണറിന് മാത്രമേ ആ ആക്ഷൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ. Next, suit for price. The seller became entitled to recover the price of the goods from the buyer only when the property in good has passed to the buyer. ബയറിന് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ സെല്ലർക്ക് ആ പ്രൈസ് റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. ദ സെല്ലർ ബിക്കം entitled to recover the price of the goods from the buyer only when the goods of the property had passed to the buyer. ബയറിന് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ ആ ഗുഡ്സിൻ്റെ പ്രൈസ് സെല്ലറിന് ബയറിൻ്റെ നിന്ന് വാങ്ങാനായിട്ടുള്ള റൈറ്റ് ഉള്ളൂ. എക്സംഷനിൽ ഫസ്റ്റ് പറയുന്നത്, ഇഫ് ദ പാർട്ടീസ് ഡിസൈഡ് ടു ട്രാൻസ്ഫർ ദ റിസ്ക് ബിഫോർ ഓർ ആഫ്റ്റർ ദ ഓണർഷിപ്പ് ട്രാൻസ്ഫേർഡ്. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ റിസ്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തെ കേസിൽ എന്താ പറയുക, അപ്പോഴത്തെ കേസിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ റിസ്ക് ട്രാൻസ്ഫർ ആവില്ല. Second, where the delivery of the goods has been delayed by the fault or negligence of neither the buyer or seller. ബയറിൻ്റെ സെല്ലറിൻ്റെ നെഗ്ലിജൻസ് കൊണ്ട് ആ ഗുഡ്സിൻ്റെ ഡെലിവറിയിൽ ഡിലേ വരുത്തുക. അപ്പോൾ ഏത് ബയറാണോ സെല്ലറാണോ ആ നെഗ്ലിജൻസ് വരുത്തിയത് ആ പർട്ടിക്കുലർ പേഴ്സൺ അതിന് ആ റിസ്കിന് ലൈബിളായിരിക്കും. തേർഡ്, സംടൈംസ് ട്രേഡ് കസ്റ്റമേഴ്സ് മേ പുട്ട് ദ ഓണർഷിപ്പ് ആൻഡ് റിസ്ക് സെപ്പറേറ്റ്ലി ഇൻ ടു പാർട്ടീസ്. ട്രേഡ് കസ്റ്റം വഴി ഓണർഷിപ്പും അതുപോലെ തന്നെ റിസ്ക്കും സെപ്പറേറ്റ് പാർട്ടീസിൻ്റെ ഇതിൽ വെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ്, ആക്ഷൻ അഗെയിൻസ്റ്റ് തേർഡ് പാർട്ടീസ്. ദർ ഈസ് എ ജനറൽ റൂൾ ഓഫ് ലോ ദാറ്റ് ദ ഓണർ എലോൺ ക്യാൻ എക്സസൈസ് പ്രോപ്പർട്ടി റൈറ്റ്. ഓണർക്ക് മാത്രമേ ആ പ്രോപ്പർട്ടി റൈറ്റ് എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വെൻ ദ ഗുഡ്സ് ആർ ഇൻ വേ ഡാമേജ്ഡ് ഓർ ഡിസ്ട്രക്ട് ബൈ ആക്ഷൻ ഓഫ് തേർഡ് പാർട്ടീസ്, ഇറ്റ് ഈസ് ഓൺലി ദ ഓണർ ഓഫ് ദി ഗുഡ്സ് ക്യാൻ കീം ആക്ഷൻ അഗെയിൻസ്റ്റ് ഇറ്റ്.
Third point, suit for price. The seller became entitled to recover the price of the goods from the buyer only when the property in goods passes to the buyer. ബയറിന് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ ആ ഗുഡ്സിൻ്റെ പ്രൈസ് ബയറിൻ്റെ നിന്ന് സെല്ലറിലേക്ക് ട്രാൻസ്ഫർ ആവുള്ളൂ. നെക്സ്റ്റ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ റൂൾസ് റിലേറ്റിംഗ് ടു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി? ഓക്കെ, താങ്ക് യു.